നമസ്കാരം. ഇന്ത്യ ചൈനയുമായും പാകിസ്ഥാനുമായുമുള്ള അതിർത്തികളിൽ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനായി വിപുലമായ ശ്രേണിയിലുള്ള അത്യാധുനിക ആയുധ സംവിധാനങ്ങളും പ്ലാറ്റ്ഫോമുകളും സ്വന്തമാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ വ്യോമസേന വമ്പൻ ആധുനികവൽക്കരണ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. 2025-26 ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ഏറ്റെടുക്കലുകളിൽ യുദ്ധവിമാനങ്ങൾ, ചാരവിമാനങ്ങൾ, ലോ ലെവൽ റഡാറുകൾ, ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ്, ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ, മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ, മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടും. വർദ്ധിച്ചു വരുന്ന അസ്ഥിരമായ പ്രാദേശിക സുരക്ഷാ അന്തരീക്ഷത്തിൽ വ്യോമ മേധാവിത്വം നിലനിർത്തുന്നതിൽ ഇന്ത്യയുടെ ശ്രദ്ധയെ ഈ അഭിലാഷ പദ്ധതി അടിവരയിടുന്നു. വ്യോമസേന ആസൂത്രണം ചെയ്ത ചില പ്രധാന ഏറ്റെടുക്കലുകൾ എന്തെല്ലാം ആണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് താഴ്ന്ന നിലയിലുള്ള റഡാറുകൾ. ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ പോലുള്ള താഴ്ന്നു പറക്കുന്ന ഭീഷണികൾ കണ്ടെത്തുന്നതിനും മുൻകൂർ മുന്നറിയിപ്പ് ശേഷി മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഇത്. രണ്ടാമത്തേത് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ്. തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് ജെറ്റുകൾ, പഴകിയ MiG-21 വിമാനങ്ങൾക്ക് പകരമായി ഇവ ഫ്രണ്ട് ലൈൻ ഫൈറ്റർ സ്ക്വാഡ്രണുകളെ ശക്തിപ്പെടുത്തും. മൂന്നാമത്തേത് ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ. ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണിത്, പ്രത്യേകിച്ച് ലഡാക്കിലും സിയാച്ചിനിലും. നാലാമത്തേത് മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ. ഗതാഗതം, രഹസ്യാന്വേഷണം, പോരാട്ട പിന്തുണാ ശേഷികൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനാണിത്. മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം. ആക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ ദീർഘദൂര ദൗത്യങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ ശ്രേണി വർദ്ധിപ്പിക്കുന്നതിന്. ആറാമത്തേത് സുഖോയ് 30 MKIക്കുള്ള നവീകരണങ്ങൾ. തദ്ദേശീയമായി നിർമ്മിച്ച ഏവിയോണിക്സ് ആയുധ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക്സ് യുദ്ധശേഷികൾ എന്നിവ വ്യോമസേനയുടെ വർക്ക് ഹോഴ്സ് യുദ്ധവിമാനങ്ങളുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കും. ഏഴാമത്തേത് സിഗ്നൽ ഇന്റലിജൻസ് കമ്മ്യൂണിക്കേഷൻ ജാമിംഗ് എയർക്രാഫ്റ്റ്. ഇലക്ട്രോണിക് യുദ്ധശേഷികൾ മെച്ചപ്പെടുത്തുന്നതിനും ശത്രു റഡാർ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവയെ പ്രതിരോധിക്കുന്നതിനും. എട്ടാമത്തേത് എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങൾ. ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും ദൃശ്യപരിധിക്കപ്പുറം കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും നിർണായകമാണ്. ഇത് വ്യോമാതിർത്തിയിലെ ആധിപത്യം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഈ സംരംഭങ്ങൾ വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല, നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധശേഷി വർദ്ധിപ്പിക്കുകയും യുദ്ധ സാഹചര്യങ്ങളിൽ വേഗത്തിലും ഫലപ്രദമായും തീരുമാനമെടുക്കൽ പ്രാപ്തമാക്കുകയും ചെയ്യും. 2024 ഡിസംബർ 31 വരെയുള്ള നിലവിലെ സാമ്പത്തിക വർഷം ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ 1,39,596.60 കോടി ചെലവഴിച്ചിട്ടുണ്ട്. തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളിലും സാങ്കേതിക വിദ്യകളിലും ഇന്ത്യൻ വ്യോമസേന വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം എടുത്തു പറഞ്ഞു. ചൈനയും പാകിസ്ഥാനും ഇന്ത്യയെ തൊടാൻ ഒന്ന് പേടിക്കും. ഇന്ത്യൻ വ്യോമസേന സജ്ജമാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.